ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ദിവസമായല്ലേ വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു നല്ല കണ്ടന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ആ കണ്ടന്റ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? എൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് എന്താണെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അരുണാചൽ പ്രദേശ് ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിനെ പോലത്തെ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെ കൂടുതൽ അറിയണം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരാം. അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനമാണ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിലെ ദേശീയ പക്ഷിയാണ് വേഴാമ്പൽ. നമ്മുടെ കേരളത്തിൽ മലമുഴക്കി വേഴാമ്പലാണ്. പക്ഷെ അവിടെ മലമുഴക്കി വേഴാമ്പലിനെ വേഴാമ്പൽ എന്ന് മാത്രമാണ് വിളിക്കാറ്. നമുക്ക് അരുണാചൽ പ്രദേശിന് വേറൊരു പ്രത്യേകത കേട്ടാലോ? ഒരു പ്രത്യേകത കൊണ്ട് തന്നെ രണ്ട് പ്രത്യേകതയാവുന്ന ഒരു പ്രത്യേകത അരുണാചൽ പ്രദേശിനുണ്ട്. കാരണം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദിശയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കിഴക്ക് ദിശയിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ആദ്യം സൂര്യലക്ഷ്മികൾ പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിന്റെ കുന്നുകൾക്ക് ചുവന്ന നിറമായി തോന്നാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിനെ ചുവന്ന കുന്നുകളുടെ നാട് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അരുണാചൽ പ്രദേശിനെ ഓർക്കിഡുകളുടെ സ്വർഗമെന്നും അറിയപ്പെടാറുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിനെ ഇഷ്ടപ്പെട്ട കുട്ടികൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്